എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 പരമ്പരയിലെ അവസാന T20 മത്സരം ഇന്നായിരുന്നു. ഇന്ന് ടോസ് നഷ്ടമായ ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് തുടക്കം വീണ്ടും പിഴച്ചു. ജയ്സ്വാൾ, ഗിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മൂന്നാം ഓവറിൽ കേശവ് മഹാരാജ് തകർത്തു. ഗില്ലിനെ LBയിൽ കുടുക്കിയാണ് മഹാരാജ് പവിലിയനിലേക്ക് മടക്കിയത്. പിന്നീട് അത് നോട്ടൌട്ട് ആണെന്ന് തെളിഞ്ഞെങ്കിലും താരം റിവ്യൂ എടുക്കാത്തതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. 6 ബോളിൽ 12 റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം. മൂന്നാം നമ്പറിൽ എത്തിയ തിലക് വർമ്മ മഹാരാജിന്റെ ആദ്യ ബോളിൽ തന്നെ ക്യാപ്റ്റൻ മാർക്രത്തിന് ക്യാച്ച് നൽകി മടങ്ങി. 4-ാം നമ്പറിൽ എത്തിയ ക്യാപ്റ്റൻ സൂര്യയും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യൻ സ്കോർബോർഡ് ഉയർത്തി. ഇരുവരും ആക്രമിച്ചു കളിച്ചതോടെ സൗത്ത് ആഫ്രിക്ക ഒന്ന് പതറി. സൂര്യയും ജയ്സ്വാളും ചേർന്ന് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. 112 റൺസിന്റെ കൂറ്റൻ പാർട്ണർഷിപ്പ് ആണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. എന്നാൽ 13-ാം ഓവറിൽ നിൽക്കെ ഷംസി വീണ്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബ്രേക്ക് ത്രൂ കണ്ടെത്തി. 41 ബോളിൽ 60 റൺസ് നേടിയ ജയ്സ്വാൾ ആണ് പുറത്തായത്. എന്നാൽ മറുവശത്ത് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ക്യാപ്റ്റൻ സൂര്യയുടെ വെടിക്കെട്ടിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്. സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർക്ക് ശരിക്കും കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ഫിനിഷർ റോളിൽ എത്തിയ റിങ്കു സിംഗ്, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജിതേഷ് ശർമ്മ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് ഇന്ത്യൻ ഇന്നിംഗ്സിൽ യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ സൂര്യ 56 ബോളിൽ 7 4ഉം 8 6ന്റെയും ബലത്തിൽ സെഞ്ചുറി നേടി മിന്നിത്തിളങ്ങി. സൂര്യയുടെ ഇന്നത്തെ അടി കണ്ട് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ വരെ ഞെട്ടിയിരുന്നു. അങ്ങനെ 20 ഓവർ അവസാനിക്കുമ്പോൾ 201-7 എന്ന നിലയിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. സൗത്ത് ആഫ്രിക്കൻ ബൗളിംഗിൽ മഹാരാജ്, വില്യംസ് എന്നിവർ 2 വിക്കറ്റ് നേടിയപ്പോൾ ബർഗർ, ഷംസി എന്നിവർക്ക് ഓരോ വിക്കറ്റ് വീതവും ലഭിച്ചു. 201 എന്ന കൂറ്റൻ ടാർഗറ്റ് ചേസ് ചെയ്യാൻ എത്തിയ ആഫ്രിക്കയ്ക്ക് ആദ്യം തന്നെ പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2-ാം ഓവറിൽ തന്നെ മുകേഷ് കുമാർ ഇന്ത്യക്കായി സ്ട്രൈക്ക് ചെയ്തു. 3 ബോളിൽ 4 റൺസ് നേടിയ ബ്രീഡ്സ്കിയാണ് പുറത്തായത്. തൊട്ടു പിന്നാലെ തന്നെ 3-ാം ഓവറിൽ കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച ഹെൻഡ്രിക്സിനെ സിറാജ് റണ്ണൌട്ട് ആക്കി. പിന്നീട് വന്ന ക്യാപ്റ്റൻ മാർക്രം, ക്ലാസിൻ തുടങ്ങി താരങ്ങൾക്കും യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. മാർക്രം ജഡേജയുടെ പന്തിൽ 23 റൺസ് നേടി പുറത്തായപ്പോൾ ക്ലാസിൻ വെറും 5 റൺസിന് പുറത്തായി. അതോടെ സൗത്ത് ആഫ്രിക്ക 42-4 എന്ന നിലയിലേക്ക് കൂപ്പുത്തുകയായിരുന്നു. ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കയെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ ബൗളർമാർ മില്ലറെയും പിടിച്ചുകെട്ടി. അങ്ങനെ അവസാനം സൗത്ത് ആഫ്രിക്കയെ നാണം കെടുത്തി ഇന്ത്യ 3-ാം T20 സ്വന്തമാക്കി. ഇതോടെ 3 T20 പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം സ്വന്തമാക്കി പരമ്പര സമനിലയാക്കി. ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഇന്ന് തകർത്താടി. സൂര്യകുമാർ യാദവാണ് കളിയിലെ താരം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.